നാദാപുരത്തെ CPI സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി P. വസന്തമാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെ പോകുന്നു നാദാപുരത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം? വളരെ ഒന്നാം ഘട്ടത്തെ പര്യടനമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. വലിയ സ്വീകരണങ്ങളാണ് ഓരോ പ്രദേശങ്ങളിലും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. യുവ സ്ഥാനാർത്ഥിയാണ് UDF രംഗത്തിറക്കിയിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? അസ്വാഭാവികമായിട്ടൊന്നും കാണുന്നില്ല. സ്വാഭാവികമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയായിട്ടാണ് കാണുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അനുഭവ പരിചയമാണ്. നാദാപുരം ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയായിട്ട് നിലനിന്നൊരു സ്ഥലമാണ് അല്ലേ? അത് തന്നെ തുടരുന്നതിനാണ് തീർച്ചയായിട്ടും തുടരും. ഞങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി നാദാപുരത്ത് ഇടതുപക്ഷം വിജയം നേടുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. എന്തൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് പൊതുവെ LDFിൻ്റെ വികസന നേട്ടങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ നാദാപുരം മുൻനിർത്തി എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? നാദാപുരത്തെ സംബന്ധിച്ചിടത്തോളം LDFിൻ്റെ നേട്ടങ്ങളുടെ ഭാഗമായിട്ട് തന്നെ 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വികസന പ്രവർത്തനങ്ങൾ തുടർന്നും ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളും അതോടൊപ്പം അതാത് സമയത്തുണ്ടാകുന്ന ആവശ്യങ്ങളനുസരിച്ചുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ LDF മുന്നോട്ട് പോകും. ജനങ്ങളെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. സ്ഥാനാർത്ഥി ദിനത്തിന് ആദ്യഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും പ്രചരണ ഘട്ടത്തിൽ അതൊക്കെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ, അല്ലാതെ ഇടതുപക്ഷത്തിന് അത്തരത്തിലുള്ള യാതൊരു വ്യത്യസ്ത അഭിപ്രായങ്ങളോ ഒന്നും തന്നെയില്ല. കാരണം അവരിൽ ഒരാളാണ് ഞാൻ. ഇതൊന്നൊരു പുതുമയായിട്ട് ഞങ്ങൾക്ക് തോന്നാറില്ല. ഇടതുപക്ഷം എപ്പോഴും ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. അവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല, ഒന്നുമില്ല. മാധ്യമങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നൊക്കെയുള്ള കഥകൾ ചമയ്ക്കാറുണ്ട്. പക്ഷെ അതിലൊന്നും യാതൊരു സത്യവുമില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ കോട്ട പിടിച്ചു നിർത്തുമെന്ന് തന്നെയാണ് P. വസന്തം ഉറപ്പിച്ചു പറയുന്നത്. രജീഷ് KC-ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.